ഹായ്. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നു. പെയിൻറ്റിങ് കഴിഞ്ഞു. കാണിക്കാം. പെയിൻറ്റിങ് കഴിഞ്ഞു. ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടോ. സീലിംഗ് ആദ്യം വൈറ്റ് ആയിരുന്നു, ബ്ലാക്ക് അടിച്ച്. പിന്നെ ചുമരെല്ലാം ഈ ഒരു പെയിൻറ്റാണ് ചൂസ് ചെയ്തത്. വൈറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഇതിൽ ചുമരിൽ പഴയ പെയിൻറ്റിൻ്റെ കൂടെ വൈറ്റ് അടിക്കാൻ പറ്റില്ല. വൈറ്റ് അടിച്ചാൽ അത് ഒരു കോട്ടുമ്പോൾ നിൽക്കില്ല. അപ്പോൾ ചിലവ് നമുക്ക് വീണ്ടും കയറും. അതിൽ കണ്ടില്ലേ, പഴയ ചുമര ഈ ഒരു നീല ഒരു ഇനിയും വർക്ക് കുറച്ചുകൂടി ഉണ്ട്. അതായത് ഫാൻ പിടിപ്പിക്കണം, ആ ലൈറ്റ് ഉണ്ടാവും, ആ ലൈറ്റൊക്കെ മാറ്റണം. ഇത് ജാമ്പവാൻ്റെ കാലത്തുള്ള സാധനമാണ്. അത് വെച്ചുകൊണ്ടിരുന്നാൽ ഒരു വർക്ക് നടക്കില്ല. പിന്നെ എല്ലാത്തിനും പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, വൈഫൈക്ക്. പിന്നെ അതെ, ഇത് എ സിക്ക് കറണ്ട് കൊടുത്താണ്. ഭാവിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഉഷാറാവുമ്പോൾ എ സി വാങ്ങിക്കണം. പിന്നെ അത് CCTV ഉള്ളത് പോയിൻ്റ്. പിന്നെ അത് വൈഫൈ വെച്ചു, വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ PC കമ്പ്യൂട്ടർ വെക്കാനുള്ള ടേബിള് അത് ഒപ്പിക്കണം. പിന്നെ സിസ്റ്റം. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, PC റേറ്റാണ്. കമ്പോണൻസ് വെച്ച് നമ്മൾ സ്പെക്കിന് ആവശ്യമായ ഒരു PC ചെയ്യണമെങ്കിൽ ഡബിൾ റേറ്റാണ്. ഈ AI പ്രശ്നം കൊണ്ട് ഈ ചിപ്പിൻ്റെ ഷോർട്ടേജ് വന്നത് ഇതിൻ്റെ ഈ മേഖല നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. കാരണം പുതിയതായിട്ടൊരു PC ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഇപ്പോൾ ഞാൻ കൊട്ടേഷൻ എടുത്തോടത്തോളം 1.30 1,30,000 PC കമ്പ്യൂട്ടർ തന്നെ വേണം. സാധാരണ അതൊരു 70-80 തീരേണ്ട സംഭവമാണ് മാക്സിമം പോയാൽ. പക്ഷെ ആ സാധനത്താണ് 1.20 1.30 റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഇനി പെൻഡിങ് ഉള്ളത് പറഞ്ഞത് PC കാര്യം, പിന്നെ നമ്മൾ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത്. നമുക്ക് 2 വേക്കൻസി ആവും തുടക്കത്തിൽ. SEOൻ്റെ ഒരാളും വേണം, SEO സ്പെഷ്യലിസ്റ്റും വേണം. പിന്നെ അതുകൂടാതെ ഒരു SEO കണ്ടൻറ് റൈറ്ററും വേണം. ഡീറ്റെയിൽസ് അതിനെപ്പറ്റി ഒരു ഹയറിംഗ് പോസ്റ്റ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതുവരെയുള്ള പ്രോഗ്രസ്.